ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. നമ്മളിന്ന് മാങ്ങ പറിക്കാൻ വേണ്ടി പോവുകയാണേ. അപ്പുറത്തെ വീട്ടിൽ അച്ഛൻ ഓൾറെഡി അങ്ങ് പോയിട്ടുണ്ട്. മഴയാണ് കേട്ടോ. അമ്മയും അമ്പാടി അപ്പുറത്തെ സൈഡിൽ കൂടെ പോവുകയാണേ. മഴയാണേ. മഴ 2-3 ദിവസമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. ഇടയ്ക്ക് അല്ല, നിർത്താണ്ട് തന്നെ മഴ പെയ്തുകൊണ്ടിരിക്കുക. ഓനൊക്കെ തിരിക്കില്ലല്ലോ. എന്റെ അമ്പാടിയെ, ഓനെ വേറെ ടൗസർ എടുത്തില്ലല്ലോ. ഈ മാവിന്ന് മാങ്ങ പറിക്കാനാണേ വന്നിട്ടുള്ളത്. ഇവരെ വീടിന്റെ മുന്നിലൊക്കെ മാവാണല്ലോ. അച്ഛൻ ഏടെന്നിട്ട് നമ്മളെ സെൽഫ് അച്ഛനെ കാണുന്നില്ലല്ലോ. ഇവിടുത്തെ അമ്മച്ചിയാണേ. നല്ലതാണോ? അച്ഛൻ താഴത്തുനിന്ന് മാങ്ങ ഉറക്കുന്നുണ്ട്. നമ്മൾ അവിടുന്ന് കാണാനിച്ച. അങ്ങോട്ട് വരണോ? അമ്മ അവിടെ ഉണ്ട്. നല്ല മഴയാണ്. ദൂരമുണ്ട് മാങ്ങ. പഴുത്തതോ? പച്ചയല്ലോ. ഇതിനെ കൊണ്ട് എന്തോ ഒരു ജെല്ല് പോലത്തെ സാധനം ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട് ഞാൻ യൂട്യൂബിൽ. നമുക്ക് ഉണ്ടാക്കിയൊക്കെ ഒന്നും പഴുത്തില്ല അല്ലേ? ഇതെന്ത് മാങ്ങയാ? ചേലം മാങ്ങ. ചേലം മാങ്ങയോ? നല്ല മണമുണ്ട്. നല്ല മണം. അപ്പൊ പച്ചക്ക് നല്ല മണം. പഴുത്ത് കഴിഞ്ഞാൽ നല്ല മധുരമാണ്. നീറ് നിറച്ച് നീറാ മരത്തിൽ. അതാ ഞാൻ ഇറങ്ങണ്ടാറുണ്ട്. അത് പോകുന്നത് നന്നായി. അമ്പാടി ഉറങ്ങി വന്ന് ആണല്ലേ. നിറച്ച് നീറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റെ കാലുമലൊക്കെ ഇങ്ങനെ മൂവരം വരെ നീറ് നിറച്ചു. നിലത്ത് നിന്നിട്ട് തന്നെ. മുകളിലല്ല, മുകളില് മഴ പെയ്തപ്പോ ഇലക്കൂട് മുഴുവനും താഴെ വീണുണ്ടാവും. എന്നിട്ട് അതില് ചവിട്ടിയല്ലേ ആ നളി ചേച്ചി അവിടെ ഇറങ്ങിയിട്ട് നളി ചേച്ചീൻ്റെ മേത്തും പിന്നെ നീറ് അടിച്ച്. അത് പിന്നെ വേഗം കയറിപ്പോയി. എനിക്ക് പിന്നെ കയറി പോകാൻ കഴിയല്ലോ. അങ്ങനെ മാങ്ങത്തുള്ള വിചാരിച്ചിട്ട്. നമുക്കില്ലാത്ത സാധനമല്ലേ പറിച്ചിട്ട്. വിഷമില്ലാത്ത സാധനമല്ലേ. ഭയങ്കര മഴയാട്ടോ. മഴ ഭയങ്കര കാറ്റാണ്.
ഇവിടെ ഈ ഷീറ്റും കൂടെ ഒക്കെ എന്നോട് ഭയങ്കര ഒച്ചയായിരിക്കും കേട്ടോ. എല്ലാം എല്ലാം ഇത് മേടിച്ച് ഇല്ല മേടിക്കാൻ വേണ്ടി എടുത്ത തോനണ്ടല്ലോ. ഓ നമുക്കിന്ന് മക്രോണി ഉണ്ടാക്കാം കേട്ടോ. ആദ്യമായിട്ടാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. ഞാൻ പുറത്തുനിന്ന് കഴിച്ചിട്ടുണ്ട്. അതെടുക്കരുത്. മക്രോണി അമ്മ എന്തോ ഒരു വീഡിയോ കണ്ടിട്ട് മക്രോണി തിന്നാൻ തോന്നിയിട്ട് അങ്ങനെ മേടിച്ചതാ. അപ്പൊ മക്രോണി ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചേ. അപ്പൊ ആദ്യം നമുക്കിതൊന്ന് വെള്ളത്തിലിട്ട് വേവിച്ചെടുക്കണം. ഉപ്പിട്ട് അപ്പൊ നമ്മൾ കുറച്ച് വെള്ളം വെച്ചിട്ട് അതിനകത്ത് ആവശ്യത്തിനുള്ള ഉപ്പിടുക. ആ മക്രോണിക്കൊന്ന് പിടിക്കാൻ വേണ്ടിയുള്ള ഉപ്പിടുക. കുറച്ച് വെളിച്ചെണ്ണ. എന്നിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് കുറച്ച് വെളിച്ചെണ്ണ വേണം. വെളിച്ചെണ്ണ ഒഴിക്കുന്നത്. വെളിച്ചെണ്ണ ഒരു സ്പൂൺ ഒഴിച്ചാൽ പൊട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കുക കേട്ടോ. വടിയേ തക്കാളി തിന്ന. തക്കാളി തിന്നോ? നീയാണോ? അതെന്തിനാ തട്ടിയിടുന്നേ? നീ സവാള വേണ്ടേ? സവാള മൈലിച്ച് വെള്ളം തിളച്ചോളൂ കേട്ടോ. നമുക്ക് ആ മക്രോണി ഇടാം. ഒട്ടിപ്പിടിക്കും. എണ്ണ നല്ലോണം ചൂടായിട്ട് കഴിയുമ്പോൾ നമുക്കതിനകത്ത് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതിനകത്ത് ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത്, പിന്നെ 2 പച്ചമുളക്, പിന്നെ സവോള, അതൊക്കെ ഇട്ടിട്ട് നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കേ. സവോള പെട്ടെന്ന് മൂത്ത് വരാൻ. ഓക്കെ. പിന്നെ നമുക്കിതിനകത്ത് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1.5 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയാട്ടോ ചേർക്കുന്നത്. അതിന് കുറച്ച് എരിവുണ്ട് അതിന്. പിന്നെ നമുക്ക് 1 ടീസ്പൂൺ നമുക്ക് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കാം കേട്ടോ. പിന്നെ ഒരു ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യത്തിന് തക്കാളിയും കൂടെ ഇട്ടിട്ട് നല്ലോണം വഴറ്റി കൊടുക്കേ. പിന്നെ നമുക്ക് ഇതിനകത്ത് കുറച്ച് മാറ്റി വെക്കാം കേട്ടോ. അച്ഛന് മുട്ട ഇട്ടിട്ടുള്ളതൊന്നും പറ്റില്ല. ഞങ്ങൾക്ക് മുട്ട ഇടുന്നുണ്ട്. അപ്പം അച്ഛന് മുട്ട പറ്റാത്തതുകൊണ്ട് അച്ഛനുള്ളത് മാറ്റി വെച്ചിട്ട് വേറെ ഉണ്ടാക്കുന്നേ. അതിൽ ഉപ്പൊന്ന് നോക്കിക്കോ പാകമായോണം. ഇതിൽ ആവശ്യത്തിന് ഉപ്പ് അതിലുണ്ട്. മസാലയ്ക്ക് വേണ്ട ഉപ്പ് അതിലുണ്ടോ നോക്കിയാൽ ഇല്ല. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആ പാസ്ത മക്രോണീൻ്റെ ഇട്ട് കൊടുക്കാം കേട്ടോ. അച്ഛനുള്ള മാറ്റിയുണ്ടേ മാറ്റി നല്ലോണം ഇളക്കിയിട്ട് കേട്ടോ. ഇനി നമുക്ക് ലാസ്റ്റ് ഇതിനകത്തൊന്ന് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം. നല്ലോണം ഇളക്കിയറിയാൻ നല്ലോണം മിക്സ് ആക്കിയതിന് ലാസ്റ്റ് മല്ലിച്ചപ്പ്. അച്ഛനുള്ളത് വേറെ ഉണ്ടാക്കുകയാണേ. ഇത് കഴിഞ്ഞോ? ഓ അത് നോക്കാക്കിക്കോ മതി. അപ്പൊ ഇത് റെഡി ആയിട്ടോ. ഉണ്ടാക്കിയ ഉടനെ തിന്നാൻ പോവാണ്. കുറച്ച് ചൂടിൽ തിന്നുന്നതായിരിക്കും രസം.
ആഹാ ഇത് മുട്ട ഇട്ടതും രസമുണ്ട്, മറ്റോ രസമുണ്ട് കേട്ടോ. രസമുണ്ട്, രസമുണ്ട്. നല്ല രസമല്ലേ കേട്ടാ? ലേശം എരിവുണ്ട്. മറ്റേ കാശ്മീർ ചില്ലി കേട്ടോ, എന്നിട്ട് എരിയില്ല. ബോട്ടിന്റെ ഷേപ്പ്. ഞാൻ വിചാരിച്ച കറി തിന്നുന്നവരുണ്ടാവുന്ന ഓള് ഇതുണ്ടാക്കുമ്പോ പറയുന്നത് കറി തിന്നും പോലെ ഉണ്ടാവും എന്നൊക്കെ പറയുന്നത്. ഞാൻ എന്നോ വിചാരിക്കുന്നുണ്ട് മക്രോണി ഇങ്ങനെ. ഇത് ഈ പേക്കിന് 60 റുപ്യ. ഈ കുപ്പിയിലുള്ള എന്തെങ്കിലും സാധനം മേടിച്ചു കഴിഞ്ഞാൽ ഇതിലിടാൻ വേണ്ടി എന്താ എന്തിനുള്ള പാല് വെച്ചുണ്ടാക്കുമ്പോ ഇത് ഒരു പ്രാവശ്യം ഞാനത് തിന്നുന്നുണ്ട്. ഞാൻ ലുലുവിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഫൗസിയ കൊണ്ടുവന്നിട്ട്, അപ്പം അന്നൊക്കെ ഇഷ്ടമായി. അതുകൊണ്ട് ഞാൻ വിചാരിച്ചിന് പിന്നെ ഉണ്ടാക്കി തരണം എങ്ങനെ. അത് പിന്നെ മറന്നു കഴിഞ്ഞു. പിന്നെ കഴിഞ്ഞിടയ്ക്ക് എങ്ങനെയോ മക്രോണീൻ്റെ കാര്യം ഓർമ്മ. അല്ല അത് ഞാൻ അതുകൊണ്ടാണ് നോക്കിയത്.